ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ബാലിയിൽ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്. ഞങ്ങളിന്ന് ഉലുവാട്ടൂർ നിന്ന് സെമിന്യാക്കിലോട്ട് ട്രാവൽ ചെയ്യുവാണ്. അപ്പോൾ ഓൺ ദ വേ 1-2 ബീച്ചസ് ഒക്കെ കാണാൻ പ്ലാൻ ഉണ്ട്. പിന്നെ സെമിന്യാക്കിൽ എത്തിയിട്ട് ഞങ്ങളൊരു ബീച്ച് ക്ലബ്ബ് പോകാനും പ്ലാൻ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ലാസ്റ്റ് ബാലി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും രാവിലെ ഞങ്ങൾ ബീച്ച് ഹോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. ബീച്ച് ഹോപ്പിൽ ഇറങ്ങുന്നേ ഉള്ളൂ, ഒരു ബീച്ച് കഴിയുമ്പോൾ തന്നെ ക്ഷീണിച്ച്. അതെ. അപ്പോൾ ഇത് നമ്മൾ ഡ്രീം ലാൻഡ് ബീച്ച് അല്ലേ, ഡ്രീം ലാൻഡ് ബീച്ച് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങോട്ടാ പലങ്ങാനം ഡ്രീം ലാൻഡും എല്ലാം ഇങ്ങോട്ട്. നമ്മൾ ഗോൾഫ് കോഴ്സ് വഴിയാണ് പോകുന്നത്. ആദ്യം ഞങ്ങൾ പാർക്കിംഗ് ഇട്ടത് എൻ്റെ ക്ലാപ്പ റിസോർട്ടിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ അവരവിടെ തന്നെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, ഡ്രീം ലാൻഡ് ബീച്ചിലോട്ട് പോകാൻ വേണ്ടി. ഗൂഗിൾ മാപ്പിൽ ഡ്രീം ലാൻഡ് പാർക്കിംഗ്, ബീച്ച് പാർക്കിംഗ് എന്ന് കൊടുത്താൽ ലൊക്കേഷൻ കിട്ടും എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്നൊരു 700 മീറ്റർ ഉണ്ടായിരുന്നല്ലേ, 500-600 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ 20K അല്ലേ പാർക്കിംഗ് ഫീ, 20K പാർക്കിംഗ് ഫീ. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് കുറച്ച് ദൂരം നടന്നാൽ ഡ്രീം ലാൻഡ് ബീച്ച് എത്തും. ഇവിടെയും സർഫിങ് തന്നെ അല്ലേ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടില്ല ഇവിടെ. അപ്പോൾ ഒരു സാൻഡ്വിച്ചും ഒരു ജ്യൂസും മേടിച്ചു, ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വെച്ചിട്ട്. ഞങ്ങളത് ഇവിടെ വന്നിരിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ ഇവിടെ ഇല്ല. ഇവിടെ ഇരിക്കാൻ പറ്റില്ല രാവിലെ, ഇത് എംറ്റിയാണ്. ഇതിങ്ങനെ എംറ്റിയാണ്. ഇവിടെ ഇരിക്കാമെന്നാ റൈറ്റ് സൈഡ്. സർഫ് ബോർഡ്സൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കാം. ഇവിടെ കൂടുതലും സർഫിങ് ഇതാ. ഞങ്ങൾ എപ്പം ചത്തെന്ന് ചോദിച്ചാൽ മതി അല്ലേ. രാഹുലിനെ കണ്ടപ്പോൾ പുള്ളിക്ക് തോന്നിയാ സർഫ് ചെയ്യുന്ന ആളാണെന്ന്. ഈ ബീച്ചല്ലേ നല്ല നീളത്തിനുള്ളത്, ഇതങ്ങ് അറ്റം വരെ ഉണ്ട്, കുറേ ദൂരം ബീച്ചുണ്ട്. പിന്നെ എൻ്റെ ഒരു കുഞ്ഞു നടന്നു പോകാൻ പാടായിരിക്കും. ഇങ്ങനെ ഇവിടെയും ഷാക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആളുകൾ ഇറങ്ങുന്നത് ഇപ്പുറത്തെ സൈഡാണ്, നമ്മളത് ഇരിക്കുന്ന സൈഡിൽ അവിടെ ഇറങ്ങാൻ ഷൂവും സോക്സും ഇട്ട് വന്ന രാഹുൽ. നമ്മൾ ഇറങ്ങാൻ പ്ലാൻ ചെയ്തില്ലല്ലോ. ഇറങ്ങാൻ പ്ലാൻ ഇല്ലായിരുന്നു, ഇറങ്ങുന്നില്ല. ജസ്റ്റ് അവിടെ പോയിട്ട് തിര വരുന്ന കണ്ടിട്ട് വരാമെന്നല്ലേ. ഇപ്പം നല്ല വെയിലായി, അതായത് വെയിൽ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ നല്ല ചൂടായി വെയിലിന്. അപ്പം ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങി. 10 മണിയായോ? അയ്യോ, ഇത് ഇവിടെ നിന്ന് മാഗ്നറ്റ് ഉള്ള നോക്കുന്ന ഉറപ്പാ. ഇവിടെയൊക്കെ ഭയങ്കര റേറ്റാണ്. കഴിഞ്ഞ ദിവസം ഒരു ബാഗ് ചോദിച്ചപ്പോൾ 3000 രൂപ. അതായത് നമ്മളുടെ ജൂട്ട് പോലത്തെ ഒരു ബാഗ്, ജൂട്ടല്ല മെറ്റീരിയൽ, പക്ഷേ ജൂട്ട് പോലെ ഇങ്ങനെ എല്ലാവരും ബീച്ചിലിടുന്ന ബാലിന്ന് എഴുതിയിട്ടൊരു ബാഗ്, ഇച്ചിരി വലിയ ബാഗ്, അതിന് 3000 രൂപ. കൂട്ടി പറയുന്നതാ, നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ. പിന്നെ ഞാൻ ഇന്നലെ വാങ്ങിയ ബാഗ് ആദ്യം എത്രയാണ് പറഞ്ഞത്? 300 പറഞ്ഞു ആദ്യം പുള്ളി. 400K പറഞ്ഞു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ 150 തന്നെ പറഞ്ഞു.
അപ്പോൾ പുള്ളി മറ്റേ 200, 300, 200, 180, 170 അവിടെ വരെയൊക്കെ വന്നു. പക്ഷെ ഞാൻ 150ക്കാണെങ്കിൽ ഞാൻ മേടിച്ചോളാം എന്നുള്ള രീതിയിൽ ഞാൻ 150 എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് രാഹുൽ പറഞ്ഞു എനിക്ക് കൊടുക്ക് കുഴപ്പമില്ല, 180 ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കൊടുക്ക് കുഴപ്പമില്ല, 30K അല്ലേ. പിന്നെ പുള്ളി 170 പറഞ്ഞപ്പോൾ കുഴപ്പമില്ല നോക്കെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ 150ക്ക് തന്നെ പറഞ്ഞു. 150 എന്ന് പറഞ്ഞു. ലാസ്റ്റ് പുള്ളി തന്നു 150ക്ക്. അവർ ഭയങ്കര വില, അതായത് 400 പറഞ്ഞ സാധനം 150ക്ക് തന്നു. അവരാദ്യമേ അത്രയും വലിയ വില പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കുഞ്ഞിതാക്കുന്നത്. അപ്പോൾ സാധാരണ എല്ലാവരും പറയുന്നത് എത്ര വില പറയുന്നത് അതിൻ്റെ ഹാഫ് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ 400 പറയുമ്പോൾ എങ്ങനെ ഹാഫ് 200 പറഞ്ഞിട്ട് വാങ്ങുന്നത്? കൂട്ടി പറയുന്നു. അങ്ങനെ എന്തായാലും കഴിഞ്ഞു, ബീച്ചൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ബീച്ചുണ്ടോ? ക്ലിഫായിരിക്കും അല്ലേ. ഓക്കെ, നമ്മളുടെ കാർ ഇതേ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ അടുത്ത ബീച്ച് പോട്ടെ. ഹട്ടി എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് എന്നാണ്. ഞാൻ പറഞ്ഞു തന്നില്ല എന്ന് വേണ്ട. അയ്യോ, ഇത് ഏത് ഉൾവഴിയാ? എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? നമ്മൾ ആരോ മാപ്പിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വ്യൂ പോയിന്റ്, ഏതൊക്കെയോ ഗ്രാമപ്രദേശത്തുകൂടി കൊണ്ടുപോവാണ്. എന്നിട്ട് പറയാ ഏതോ ഒരു ക്ലിഫ് പോയിന്റ്, ക്ലിഫ് വ്യൂ ആണ് ആരോ പേരിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ക്ലിഫ് വ്യൂ കാണാൻ. പച്ചപ്പ് ഹരിതാപി എല്ലായിടത്തും ഉണ്ട്, ഇല്ലാത്ത സ്ഥലമില്ല. ഇത് കടലിന്റെ നടുക്കാണല്ലോ ആരോ കൊണ്ട് മാർക്ക് ചെയ്തേക്കുന്നത്. ഇത് ഹൈക്കിംഗ് ആയിരിക്കും മിക്കവാറും. നിനക്ക് ഹൈക്കിംഗ് ചെയ്യാൻ മടിയുണ്ട്? എനിക്ക് നല്ല മടിയുണ്ട്. ട്രാവൽ ചെയ്യോ? ഹൈക്കിംഗ് ഒന്നും അല്ല, വ്യൂ കണ്ട എവിടെ വ്യൂ? ഞാൻ കണ്ടില്ല വ്യൂ. ഇതെന്താ കടല് മേലെ നിക്കണ? മേലെ നിക്കോ? അപ്പൊ വെള്ളം എന്താ ഇങ്ങോട്ട് ഒഴുകി വരാൻ? അല്ലല്ല, ക്ലിഫ് വ്യൂ സൺസെറ്റ്. ഓ, ക്ലിഫ് വ്യൂ സൺസെറ്റ് മറ്റേ ഡെസ്റ്റിനേഷൻ പ്രീ വെഡിങ്, ഡെസ്റ്റിനേഷൻ വെഡിങ് പ്രീ വെഡിങ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഷൂട്ട് ചെയ്യാനും അങ്ങനത്തെ പരിപാടിക്കൊക്കെയുള്ള സ്ഥലമാണ്. ഇങ്ങോട്ടാണല്ലോ പാർക്കിംഗ് പ്ലസ് ഇത്. അങ്ങോട്ട് എടുക്കാൻ പറ്റൂലായിരിക്കും അല്ലേ? ഇവിടെ എവിടെയെങ്കിലും ഞാൻ പോയി നോക്കിട്ട് വരാം. കുറച്ച് നടന്നാൽ മതി. കാട്ടുവഴി കൊടൈക്കനാലൊക്കെ പോയി. അയ്യോ, നിറയെ പട്ടി. ഞാൻ ഇറങ്ങുമല്ലോ, കുറച്ചുകൊണ്ട് വരുന്നു. വൈ പശുവിനെ കണ്ടോ? ഞാൻ ഇറങ്ങൂല. ഒരു കാറ് ഞങ്ങളുടെ പുറകെ വന്നത്, അത് നേരെ അങ്ങോട്ട് പോയി. ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടക്കുന്നില്ല. ആ അതെ, ഇവിടം വരെ കൊണ്ടിടായിരുന്നു തോന്നുന്നു. ആ അതെ, അവരെ തിരിച്ചു വരുന്നു. ആ സ്പേസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇത് ഇച്ചിരി കുറച്ച്. അവിടെ നിന്ന് കണ്ടല്ലേ? എല്ലാം ഇങ്ങനത്തെ ക്ലിഫും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഇവിടെ. ഒരുപാട് ഫുള്ള് ക്ലിഫാ. അങ്ങോട്ട് പോവാം. ആ പോവാം. എവിടെയത്? ആണോ? ഇവിടെ വ്യൂ ഇല്ല? ഓ, കാർമേഘം ഉണ്ടല്ലേ ഇന്ന്? മഴ പെയ്യുക? ആ സൈഡാണല്ലേ എയർപോർട്ട്? കുറേ ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അമ്മേ, താഴോട്ട് ഇറങ്ങണോ? താഴോട്ടൊക്കെ ഇറങ്ങാൻ സ്പേസ് ഉണ്ടല്ലേ? കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. അമ്പോ, കാല് വിറയ്ക്കുന്നുണ്ട്.
കാറ്റും കൂടെ അടിക്കുന്നു. ഡ്രോൺ പറക്കും. ഓ ശരിക്കും പേടിയാവുന്നുണ്ട് കേട്ടോ, കാല് വിറയ്ക്കുന്ന പോലെ. ഒരുപാട് അടുത്തല്ല. ആ ദേ താഴെ ഒരു കേവ് പോലെ ഉണ്ട്. രാഹുലിന്റെ ഡ്രോണ് പറന്ന് 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 പോയി. മീൻ പിടിക്കാൻ പോകുന്നേ. പൊന്നോ അവർക്ക് പേടിയാവില്ലേ? എൻ്റെ എൻ്റെ കാല് തിരിക്കുന്നുണ്ട്. ഓ എന്തോ വ്യൂ അല്ലേ. അമ്പലം. എന്ത് നടക്കാൻ പോകുന്നത്? വെഡിങ്. ആ ഓ ഇതായിരിക്കും അപ്പം ആ സ്പോട്ട് രാഹുൽ. ഓ അതാണോ? അപ്പം നമ്മൾ നിന്ന ആ സ്പോട്ടില്ലേ, അവിടെ ഇന്ന് വൈകിട്ടൊരു വെഡിങ് ഉണ്ട് അത്ര. അപ്പോൾ അവർ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യാൻ കൊണ്ടുവന്നേക്കാം. ഞാനേ അങ്ങോട്ട് വീഡിയോ എടുത്ത് നടക്കാൻ പോയില്ലേ, അപ്പം വലിയൊരു സാധനം ഓടിപ്പോയി. എന്താണെന്നറിയോ, നമ്മുടെ കൊമോഡോ ഡ്രാഗണൊക്കെ പോലത്തെ ഒരു സാധനം ഇല്ലേ? ആ അറിയില്ല, വീഡിയോയിൽ കിട്ടിയാൽ ഞാനൊരു ഏങ്ങി. അടുത്ത ബീച്ചും കണ്ട്. എന്ത് ഭംഗിയല്ലേ, കളറാണ് ആ ടർക്കോയിസ് കളർ. പശുവിനൊക്കെ ഒരു മാനിൻ്റെ ലുക്കുണ്ടോ? കൊള്ളാല്ലേ. ഈ പട്ടിയാണ് നേരത്തെ കുറച്ചുകൊണ്ട് വന്ന്. അതിൻ്റെ അടിയിൽ 2 പട്ടികളുണ്ട്. പശു ഫൈറ്റ്. അമ്പോ കറക്റ്റ് മീനിന്റെ മണം വന്നപ്പം ജിംബ്രാൻ എത്തിയത് എനിക്ക് പറ്റാതെ ഓർമ്മ. കൊച്ചി എത്തി. ഇവിടെയൊക്കെ ഫുള്ള് സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ആണ്. ഫുള്ള് പ്രോപ്പർ വലിയ ബീച്ച്, കുറേ പാർക്കിങ്ങും കുറേ റെസ്റ്റോറൻറ്റ്സ് ഉള്ള ബീച്ച്. ഇതുവഴി നമുക്ക് നടക്കാവോ? അതൊക്കെ റെസ്റ്റോറൻറ്റ്സാ അല്ലേ? എന്തോ ഐസിട്ട് മീൻ സെറ്റാക്കി വെച്ചേക്കുന്നല്ലേ. ഓ ഇത് അത്യാവശ്യം നല്ല ബീച്ചാന്ന് തോന്നുന്നു. ബ്ലൂ കളറില്ല, നല്ല പാറയും ഇതൊക്കെ ഉള്ള ബീച്ച്. ആ ഒരു ക്ലിഫിൻ്റെ തന്നെ സൈഡിലൊക്കെ വരുന്നതിന് ആ ഒരു കളറുണ്ടാവും. ബാഗ ബീച്ച്. ടാൻ അടിച്ച് കരിഞ്ഞത് മതിയാവാത്തോണ്ടാണോ ഈ വെയിലത്തോടി ബീച്ച് നടക്കുന്നത്? എന്തായാലും ടാൻ അടിച്ച് അല്ലേ. അതെ. നമ്മളിനി തിരിച്ച് ബാംഗ്ലൂർ എത്തുമ്പോൾ ആരെങ്കിലും വിളിക്കാൻ വരുവാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഫോട്ടോയും കൂടെ അയച്ചു കൊടുക്കേണ്ടി വരും. അവരാരും തിരിച്ചറിയില്ല നമ്മളെ.
അമ്മാതിരി കാലം. മൂക്ക് ഇവിടെ എല്ലാം എൻ്റെ മൂക്കും നെറ്റിയാണ് മെയിനായിട്ട്. എനിക്കൊന്ന് കൂളിംഗ് ഗ്ലാസ് വെക്കുന്നുണ്ടോ കണ്ണ് മാത്രം കണ്ണിൽ safe ആയോ? വരത്തില്ല. വൈൻ ടൈം മെനേക. പോകുമ്പോൾ നമുക്ക് കാറ് പാർക്ക് ചെയ്തേക്കുന്ന ഏതാണ് ആ ഹോട്ടലിൽ നിന്ന് കയറി കഴിക്കാം. എന്നിട്ട് അതുവഴി അപ്പം മെനേക അതുവഴിയാണ് നമ്മൾ വരെ ഉദ്ദേശിച്ചതല്ലേ. ആ ശരിയാ ശരിയാ. ഓപ്പണാന്ന് തോന്നല്ലേ. ഫുഡ് കഴിക്കണമെങ്കിൽ കഴിക്കാം ഉച്ചയ്ക്ക്. ഇപ്പം എത്ര സമയമായി ഇവിടെ? 11 ആയില്ലേ. ബീച്ച് അത്ര പോരാ, ഫുള്ള് വേസ്റ്റ്. ഒരു വൃത്തിയില്ലാത്ത പോലെ അല്ലേ. ഉലുവാട്ടൂന്ന് സെമിന്യാക്ക് പോകുന്ന റൂട്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾ കവർ ചെയ്ത ഈ 2 ബീച്ചും. പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് കൃഷ്ണമാർട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കൃഷ്ണമാർട്ടിലും കയറി. കൃഷ്ണ മാർക്കറ്റിലെ പെയിൻറ്റിങ് സെക്ഷനാണ്. ഇവിടെ നമ്മുടെ ഡിമാർട്ടില്ല, ബാംഗ്ലൂർ ഡിമാർട്ട് ഉണ്ട്. ഡിമാർട്ടിലെ പോലത്തെ, അതായത് സാധനങ്ങൾക്ക് ക്വാളിറ്റി ഒന്നുമില്ല, പക്ഷേ നമുക്ക് വാങ്ങാം. സെയിം ആണോ? ഇന്ന് ബാലിയിൽ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ കരുതി ഒരു ബീച്ച് ക്ലബ്ബ് എക്സ്പീരിയൻസ് ചെയ്യാം, അവിടെ പോയി ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതേ സൺസെറ്റ് ബീച്ച് എത്തി. സൺസെറ്റ് ബീച്ചിനടുത്ത് തന്നെയാണ് ഞങ്ങൾ റൂം എടുത്തത്. ഞങ്ങൾ കൃഷ്ണമാർട്ടിൽ നിന്ന് വന്ന് നേരെ ഇവിടെയാണ് ചെക്ക് ഇൻ ചെയ്തത്. സെമിന്യാക്കിലെ 66 ബീച്ചിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ സൺസെറ്റ് ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വലിയ പാർട്ടി മൈൻഡൊന്നും ഇല്ലാത്തത് കാരണം ഞങ്ങൾ കുറച്ച് കാമായിട്ടിരുന്ന് ഡിന്നറൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ക്ലബ്ബാണ് സെലക്ട് ചെയ്തത്. നല്ല സൺസെറ്റും നല്ല ഫുഡും നല്ല ആംബിയൻസും ഞങ്ങൾ ഇന്നത്തെ ഈവനിങ് ശരിക്കും എൻജോയ് ചെയ്തു. രാത്രിയാവും തോറും ഇവിടുത്തെ വൈബ് കൂടിയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ തന്നെ ഒരു മനസ്സില്ലായിരുന്നു. അങ്ങനെ മനസ്സോടെ ഞങ്ങൾ ഇറങ്ങുവാണ്. കാരണം ഞങ്ങൾക്ക് നാളെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ഉണ്ട് തിരിച്ച് ബാംഗ്ലൂർക്ക്. രാവിലെ ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് ഓർത്തത് ഒരു ബീച്ച് ഞങ്ങൾ മിസ് ചെയ്തു എന്നുള്ളത്, കുട്ട ബീച്ച്. ഞങ്ങൾക്ക് കുറച്ച് ടൈം ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് കുട്ട ബീച്ചിലൊന്ന് നിർത്തി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോയി. ഇവിടെയൊക്കെ മറ്റേ ഷോപ്സ് ഒക്കെ ഉണ്ടല്ലോ, ഷാക്ക് പോലത്തെ. രാഹുലിൻ്റെ സഞ്ചാരി ടീഷർട്ട് അവിടെ ഒന്നും കാണുന്നില്ല എനിക്ക്.